Good morning. Okay. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഓക്കെ, നമ്മൾ ആ ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, ചലഞ്ചസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. ഇവിടെ ഞാൻ കയറിയപ്പോ തന്നെ കുറെ മെസ്സേജ് ഇങ്ങനെ കുറച്ചേരെ SS ഇടുന്നു, കുറച്ചേർക്ക് നോ എന്നൊക്കെ ഇടുന്നുണ്ട്. എന്താണ് ഇങ്ങനെ മെസ്സേജ് ഇട്ട് നിങ്ങൾ എന്താണ് ഡിസ്കസ് ചെയ്താണോ? നിങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നോ? അവിടെ റിവിഷന്റെ കാര്യം പറഞ്ഞാണോ നിശ്ചയം? ഞാൻ ഓർത്തിരുന്നാണ് ഇവരിങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ലാസ്റ്റ് സെക്ഷൻ ആണ് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് ബാക്കി സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ മറ്റേ ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഞാൻ എഴുതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേഗം കഴിഞ്ഞിട്ട് നമുക്ക് അതുകൂടി നോക്കാം കേട്ടോ. ഓക്കെ, അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പറയാം. ഓക്കെ, ചലഞ്ചസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. ചലഞ്ചസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ ഹോസ്പിറ്റൽ എമർജൻസി കോഡുകള് ഹോസ്പിറ്റലില് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടേണ്ടത്? അല്ലെ, ചലഞ്ചസ് എന്ന് വെച്ചാൽ വെല്ലുവിളി. അപ്പൊ ഈ ഹോസ്പിറ്റൽ എമർജൻസി കോഡുകള് ഹോസ്പിറ്റലില് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നടപ്പിലാക്കുക. അല്ലെ, ഹോസ്പിറ്റലില് നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടേണ്ടത്? നോക്കിയേ, ഇത് ഒരു പാരഗ്രാഫ് ആട്ടോ, അതിനകത്ത് ഇമ്പോർട്ടന്റ് ഉള്ളതൊക്കെ നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. One of the primary problem of the hospital emergency response code system in general is the lack of a national standardization. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താ? ഹോസ്പിറ്റൽ എമർജൻസി റെസ്പോൺസ് കോഡ് ഹോസ്പിറ്റലില് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റാൻഡർഡൈസേഷന്റെ കുറവ്, അല്ലെ? ദേശീയ നിലവാരത്തിന്റെ ഒരു കുറവ്. അതായത് ഈ കോഡുകളെല്ലാം യൂണിവേഴ്സൽ ആയിട്ട് ഒരേപോലെ ആണെങ്കിൽ മാത്രമല്ലേ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, അവിടെ കോഡ് ഒരെണ്ണം, ഒരു ഇപ്പൊ കോഡ് ബ്ലൂ ഒക്കെ നോർമൽ അങ്ങനെ തന്നെയാണ്, കാർഡിയക് അറസ്റ്റ്, കോഡ് റെഡ് ഒക്കെ ഫയർ ഇൻ ദ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ മറ്റുള്ള കോഡുകൾ ചിലപ്പോ ഈ ഹോസ്പിറ്റലിൽ അത് പറയുന്നതായിരിക്കില്ല, ചിലപ്പോ വേറെ ഹോസ്പിറ്റലില് ആ കോഡ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ, ഒരു എന്താ പറയാ, ഒരു ദേശീയ നിലവാരത്തിന്റെ അഭാവം എന്താ ഈ എമർജൻസി കോഡ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്, അല്ലെ? എല്ലായിടത്തും ഒരുപോലെ ആണെങ്കിൽ മാത്രമല്ലേ നമുക്കത് കറക്റ്റ് ആയിട്ട് അതിന്റെ രീതി ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ പ്രോബ്ലം എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ എമർജൻസി കോഡ് ഹോസ്പിറ്റല് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഒരു പ്രശ്നം ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇസ് ദ ലാക്ക് ഓഫ് നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ. ഒരു ദേശീയ നിലവാരത്തിന്റെ അഭാവം അവിടെ ഉണ്ടാകുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ ഫസ്റ്റ് സെന്റൻസ്. Although some emergency response codes such as code blue and code red are universal around the world. കണ്ടോ, വേൾഡില് നമുക്ക് ലോകത്ത് തന്നെ എല്ലായിടത്തും യൂണിവേഴ്സലി നമ്മള് എന്താ പറയാ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കോഡ് തന്നെയാണ് കോഡ് ബ്ലൂവും കോഡ് റെഡും. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാ. കോഡ് ബ്ലൂ എന്തായിരുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നതായിരുന്നു കോഡ് ബ്ലൂ? കാർഡിയാക് അറസ്റ്റ്, അല്ലെ? കോഡ് റെഡ് എന്ന് പറഞ്ഞാൽ ഫയർ ഇൻ ദ ഹോസ്പിറ്റൽ. അത് യൂണിവേഴ്സൽ ആയിട്ട് ലോകവ്യാപകമായിട്ട് എല്ലായിടത്തും അത് ആ ഒരു കോഡ് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇനിയിപ്പോ കോഡ് ബ്ലൂ വേറെ സ്ഥലത്ത് വേറെ ഇന്നില്ല. അത് രണ്ടും യൂണിവേഴ്സലി നമുക്ക് എന്താ, അത് സെയിം തന്നെയാണ് സൂചിപ്പിക്കുന്നത്, സെയിം ഇവന്റിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. Although some emergency response codes such as code blue and code red are universal around the world. അപ്പൊ അത് വേണമെങ്കിൽ ഒന്ന് നോക്കാട്ടോ, കോഡ് ബ്ലൂ എന്നുള്ളത്, കോഡ് റെഡ് എന്നുള്ളത്. Okay, many of the other codes are not consistent. ബാക്കിയുള്ള കോഡുകൾ എങ്ങനെയല്ല? കൺസിസ്റ്റന്റ്, അല്ലെ? സ്ഥിരതയുള്ളതല്ല,
സ്ഥിരമല്ല. അതാ ഞാൻ പറഞ്ഞേ, ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു കോഡാ പറയുന്നെങ്കിൽ വേറെ ഹോസ്പിറ്റലില് ചിലപ്പോ ഇത് തന്നെ ആ ഒരു ഇവന്റ് തന്നെ വേറെ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഈ കോഡ് ബ്രൗൺ എന്താ ഹസാഡസ് സ്പില്ല നമ്മൾ പറഞ്ഞല്ലേ, ഹസാഡസ് മെറ്റീരിയൽ സ്പില്ല, അത് ചിലപ്പോ കോഡ് ബ്രൗൺ ആണെങ്കിൽ ഈ വേറെ ഹോസ്പിറ്റലിൽ ആ സെയിം ഇവന്റ് തന്നെ ചിലപ്പോ വേറെ ഏതെങ്കിലും കോഡ് പർപ്പിൾന്നോ കോഡ് വയലറ്റിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് സൂചിപ്പിക്കാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള കോഡുകള് കൺസിസ്റ്റന്റ് അല്ല, സ്ഥിരതയുള്ളതല്ല. അപ്പൊ ഏത് രണ്ട് കോഡുകൾ സ്ഥിരമായിട്ടുള്ള രണ്ട് കോഡ് ഏതാ? കോഡ് ബ്ലൂവും കോഡ് റെഡും നമ്മൾ യൂണിവേഴ്സലി സെയിം ഇവന്റ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ എന്താ മറ്റു കോഡുകള് എന്താ അതൊരു സ്ഥിരതയുള്ളതല്ല. Each color can have a various meaning across the different states or countries. ഓരോ കോഡുകൾക്കും കണ്ടോ, ഈച്ച് കളർ, ഓരോ കോഡിന് നമ്മൾ ഓരോ കളർ അല്ലേ കൊടുത്തേക്കണേ, ഓരോ കളർ കോഡാ കൊടുത്തേക്കണേ അല്ലെ. കോഡ് യെല്ലോ, കോഡ് ബ്ലൂ, കോഡ് ബ്രൗൺ, കോഡ് വൈലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കളറാ കൊടുത്തേക്കുന്നേ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ഓരോ കളറുകളും പല മീനിങ് ആണ്. ചിലപ്പോ പല സ്റ്റേറ്റ്സില് പല കൺട്രിയില് വേറെ മീനിങ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഇവിടെ നമുക്ക് കോഡ് എന്താ പറയാ, കോഡ് ബ്രൗൺ ഇപ്പൊ ഹസാഡസ് സ്പില്ല് നമ്മൾ പറഞ്ഞില്ലേ, അതാണെങ്കിൽ ഇനി ചിലപ്പോ നമ്മുടെ വേറെ ഇപ്പൊ തമിഴ്നാട്ടിൽ ചിലപ്പോ അവിടെ ഹോസ്പിറ്റലുകൾക്ക് ആ കോഡ് ബ്രൗൺ അത് ആവണമെന്നില്ല. അതാണ് ഈച്ച് കളർ ഹാവ് വേരിയസ് മീനിങ്. ഓരോ കളറിനും വേറെ വേറെ മീനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് പല സ്റ്റേറ്റിലും പല കൺട്രിയിലും. Each hospital or hospital association is responsible for developing its own emergency code. എന്താ പറഞ്ഞേക്കുന്നേ, ഓരോ ഹോസ്പിറ്റലും ഹോസ്പിറ്റൽ അസോസിയേഷന്റെയും ഉത്തരവാദിത്തമാണ് അവരുടേതായ സ്വന്തമായിട്ടുള്ള കോഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. കണ്ടോ, നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലില് നമുക്ക് കോഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ആ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്. Each hospital or hospital association is responsible for developing its own emergency code. അവർക്കുടെ എമർജൻസി കോഡുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഓരോ ഹോസ്പിറ്റലിന്റെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അസോസിയേഷന്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. Some hospital use numbered code system rather than colors. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് ചില ഹോസ്പിറ്റല് നമ്പർ ആയിരിക്കും ഉപയോഗിക്കുന്നത്, നമ്പർ കോഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ കളർ പറഞ്ഞില്ലേ, അതിന് പകരം ചില ഹോസ്പിറ്റലുകൾക്ക് 4, 5, 6 അല്ലെങ്കിൽ 2, 3, 4 അങ്ങനെയൊക്കെ അവരേതാണ് കളറിന് പകരം ചിലപ്പോ നമ്പറുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, സം ഹോസ്പിറ്റൽസ് യൂസ് നമ്പർ കോഡ് സിസ്റ്റം rather than colors. കളേഴ്സിന് പകരം നമ്പർ കോഡ് സിസ്റ്റം ആയിരിക്കും ചില ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നത്. When these codes are developed independently by hospitals, there is a variability and overlap between the hospitals and a great deal of variance, which can be a source of confusion at a critical moment to healthcare personnel. അപ്പൊ നോക്കിയേ, അപ്പൊ അങ്ങനെ കോഡുകള് നമ്മൾ പല ടൈപ്പില് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് ആ ഹോസ്പിറ്റലിന്റെ ഇടയിൽ ഒരു വ്യത്യാസത്തിന് കാരണമാകാം അല്ലെ. ഈ കോഡുകൾ ഹോസ്പിറ്റല് നമുക്ക് സ്വന്തമായി വികസിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ഹോസ്പിറ്റലുകൾക്കിടയിൽ ചെറിയ വേരിയേഷൻസ് വരാം, വേരിയബിലിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഓവർലാപ്പ് സംഭവിക്കാം അല്ലെ. അല്ലെങ്കിൽ എന്താ പറയാ, അതിനൊരു വേരിയേഷൻസ് എന്തായാലും ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ആ വേരിയേഷൻസ് വരുമ്പോൾ എന്താ പറ്റുന്നേ, വിച്ച് ക്യാൻ ബി എ സോഴ്സ് ഓഫ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ ഉണ്ടാക്കും എവിടെ, at critical moments to healthcare personnel. കണ്ടോ, ഹെൽത്ത് കെയർ പേഴ്സണൽസ് ആരോഗ്യ ഉദ്യോഗസ്ഥർക്കിടയില് ഈ ചില നിർണായകമായിട്ടുള്ള സംഭവങ്ങളില് കൺഫ്യൂഷൻ ഉണ്ടാകാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആ ഹോസ്പിറ്റലില് സ്വന്തമായിട്ട് കോഡുകൾ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോ നമ്പേഴ്സ് കളർ കോഡിന് പകരം നമ്പേഴ്സ് ഉപയോഗിക്കാം. അങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഒരു വ്യത്യാസം വരുമ്പോൾ അല്ലെങ്കിൽ ഓവർലാപ്പ് വരുമ്പോൾ എന്ത് സംഭവിക്കാം, വളരെ നിർണായകമായ സാഹചര്യത്തില് ഈ ഹെൽത്ത് കെയർ പേഴ്സണൽസിന്റെ ഇടയിൽ എന്തുണ്ടാകും, അവർക്കിടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലെ. കോഡ് യെല്ലോ, ഇപ്പൊ മിസ്സിംഗ് പേഷ്യന്റ് ആണ്, കോഡ്
അല്ലോ എന്ന് പറഞ്ഞത്. അത് ചിലപ്പോ എന്താ പറയാ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ എമർജൻസി ആയിട്ടൊക്കെ ചിലപ്പോ അവരെ അതിന് ഇത് എടുക്കേണ്ടി വരും. ഇപ്പൊ കോഡ് എല്ലോ വേറെ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് ആ ഒരു സംഭവത്തിന് നമ്മൾ എടുക്കേണ്ട ആ ഒരു ഇത് മാറിപ്പോകൂലേ അല്ലെ? ഇപ്പൊ ശരിക്കും കോഡ് എല്ലോ എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് പേഷ്യന്റ് ആണ്. അപ്പൊ അവിടെ വേറെ ഏതെങ്കിലും സംഭവമായിരുന്നു, പക്ഷെ കോഡ് എല്ലോയാ പറയണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവത്തിന് നമ്മൾ എടുക്കേണ്ട നടപടിയായിരിക്കില്ല നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ചിലപ്പോ എന്താ പറയാ യഥാർത്ഥമായിട്ടുള്ളതിന് നമുക്ക് അങ്ങനെ ആ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളില് നമുക്ക് അവർക്ക് തന്നെ എന്താ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ? ആ ഒരു അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ മൊമെന്റ്സ് നിർണായക ഘട്ടങ്ങളില് ഈ ഹെൽത്ത് കെയർ പേഴ്സണൽസിന് എന്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. This variability may also mitigate എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പറഞ്ഞേക്കുന്നേ? This variability may also mitigate the effectiveness എന്ന് വെച്ചാൽ ഫലപ്രാപ്തി and the speed of response in critical events. കുറയ്ക്കൂലേ അല്ലെ? ആ ഒരു സംഭവത്തിന് നമ്മൾ പ്രതികരിക്കുന്ന സ്പീഡ് കുറയൂലേ? നമുക്ക് കൺഫ്യൂഷൻ ആയോ ഇത് ഏതാണ് പെട്ടെന്ന് നമുക്ക് എന്താ പറഞ്ഞാലേ നമ്മൾ അതിനെതിരായിട്ട് നമുക്ക് ആ ഒരു സംഭവത്തിന് നമുക്ക് അതിന്റെ ആ റെസ്പോണ്ട് ചെയ്യാനുള്ള സ്പീഡ് ഇതാക്കാൻ പറ്റുള്ളൂ. അതാണ് കറക്റ്റ് കൺഫ്യൂഷൻ ഉണ്ടാവാത്ത രീതിയിൽ. ഇപ്പൊ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞ വേൾഡ് ലോകവ്യാപകമായി നമ്മൾ അംഗീകരിച്ചേക്കുന്ന കോഡാണ്. അപ്പൊ കോഡ് ബ്ലൂ എന്ന് എല്ലായിടത്തും പറഞ്ഞാൽ നമുക്ക് കാർഡിയക് അറസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിനെതിരായി അപ്പൊ ആ സംഭവത്തിന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം അല്ലെ? നമുക്കപ്പൊ വേഗം കോഡ് ബ്ലൂ എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റാഫുകൾക്ക് ഹെൽത്ത് കെയർ പേഴ്സണൽസിന് ഒരു കൺഫ്യൂഷനും ഇല്ല. പെട്ടെന്ന് തന്നെ ആ പേഷ്യന്റിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ സംഭവങ്ങൾ വേഗം സെറ്റ് ചെയ്യാം. എന്നാൽ ചില കോഡുകൾ ഇങ്ങനെ വ്യത്യാസം വരുമ്പോഴേ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു സംഭവത്തിനോട് പ്രതികരിക്കുന്ന അതിന്റെ ഫലപ്രാപ്തിയും അതിന്റെ സ്പീഡും ആ ക്രിട്ടിക്കൽ ഇവന്റ്സ് ആ സംഭവങ്ങളുടെ ആ സ്പീഡും കുറയ്ക്കാൻ കാരണമാകും. അവർക്കൊരു കൺഫ്യൂഷൻ വന്നാൽ അവരൊന്ന് പതറും. ഇത് ഏതാണ് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്താലേ അതിനെതിരെയുള്ള റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സംഭവിക്കാം. ഇതെന്ത് ലഘൂകരിക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഹെൽത്ത് കെയർ പേഴ്സണൽസിന്റെ ഇടയിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റുന്നു, ആ ക്രിട്ടിക്കൽ ഇവന്റ്സിനോട് അവർ റെസ്പോണ്ട് ചെയ്യുന്ന ആ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ കുറയാൻ കാരണമാകും. ഇനി beside the lack of uniformity in emergency code, critical events are often defined differently between the hospitals. ഇത് തന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത് beside the lack of uniformity അല്ലെ? ഒരു യൂണിഫോമിറ്റി ഒരുപോലെ അല്ലാത്തതിന്റെ ഒരു അഭാവം, കുറവ്. എമർജൻസി കോഡുകള് എല്ലായിടത്തും ഒരുപോലെ അല്ലാത്തതിന്റെ ഒരു അഭാവം എന്തിന് കാരണമാകുന്നു? ക്രിട്ടിക്കൽ ഇവന്റ്സ് ആർ ഓഫൺ ഡിഫൈൻഡ് ഡിഫറൻഷ്യലി ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽസ് അല്ലെ? ഹോസ്പിറ്റലിന്റെ ഇടയിൽ ആ എമർജൻസി കോഡുകള് ഒരുപോലെ അല്ലാത്തതിന്റെ ഒരു അഭാവം നമുക്ക് അതെന്താ റെസ്പോണ്ട് ചെയ്തതിന് ആ ഒരു അതിന്റെ സ്പീഡ് കുറയ്ക്കാം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ് ഫയർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇന്റേണൽ ഡിസാസ്റ്റർ ഇൻ സം ഹോസ്പിറ്റൽ. കണ്ടോ, ചില ഹോസ്പിറ്റലിലെ ഫയറിനെയും കൂടി ഇന്റേണൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞതിന് ഉൾപ്പെടുത്തിയേക്കാണ്. നമ്മൾ പറഞ്ഞല്ലോ ഫയർ എന്ന് പറഞ്ഞാൽ ഏതാണ്, റെഡ് തന്നെയാണെന്ന് പറഞ്ഞു. എന്നാൽ ഫയർ വേൾഡ് യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് വേൾഡിൽ മൊത്തം കോഡ് നമ്മൾ അതിനകത്ത് ആ എന്താ പറയാ കോഡ് റെഡ് ഫയർ ആണ് നമ്മൾ പഠിച്ചത് അല്ലെ? റെഡ് എന്ന് പറഞ്ഞാൽ ഫയർ ആണ്. ഫയർ ഇൻ ദ ഹോസ്പിറ്റലാണ് റെഡ്. അപ്പൊ ചിലയിടത്ത് എന്താ ഈ ഫയർ എന്നുള്ളത് ആ കോഡ് റെഡ് എന്നുള്ളത് ഫയർ ആണ്, പക്ഷേ എങ്കിലും ഇന്റേണൽ ഡിസാസ്റ്ററിൽ ആ ഫയർ ഉൾപ്പെടുത്തിയതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ ഇത് കോഡ് ഇന്റേണൽ ഡിസാസ്റ്റർ അതിന്റെ കോഡ് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫയർ കൂടി വന്നപ്പോൾ നമുക്ക് ഏതാ സംഭവം കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും അല്ലേ? നേരെ റെഡ് എന്ന് പറയുകയാണെങ്കിൽ ഫയർ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ ആ ഇന്റേണൽ ഡിസാസ്റ്ററിന്റെ ഉള്ളില് ഫയറും കൂടി ഉൾപ്പെടുത്തിയേക്കാണ് ചില ഹോസ്പിറ്റല്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇൻ സം ഹോസ്പിറ്റൽ വെയർ ഇൻ others each has its own code. കണ്ടോ, അങ്ങനെ അതായത് ചില ഹോസ്പിറ്റലുകള് അവരുടേതായ സ്വന്തം കോഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. ഇപ്പൊ ഇന്റേണൽ ഡിസാസ്റ്ററിൽ അവരെന്ത് ചെയ്തു, ഫയറും കൂടി ഇന്റേണൽ ഡിസാസ്റ്റർ എന്നുള്ള ിലേക്ക് ഉൾപ്പെടുത്തി.
അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ സംഭവം ഏതാണെന്ന് കറക്റ്റ് അറിയാനായിട്ട് ഹെൽത്ത് കെയർ പേഴ്സണൽസ് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു സ്പീഡ് കുറയാനും കാരണമാകും. ഇനി നോക്കിയേ, ഇനി എന്താ പറഞ്ഞേക്കുന്നേ, healthcare workers move frequently between the hospital and may work at more than one hospital, resulting in an inability to remember and respond to the right code at the right time. പിന്നെ പറഞ്ഞേക്കുന്നത് നോക്കി, ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇപ്പൊ സ്റ്റാഫുകളായിരിക്കും വല്ല ഷിഫ്റ്റ് ഒക്കെ മാറി ഇപ്പൊ രാവിലെ മോർണിംഗ് ഒരു ഹോസ്പിറ്റലിൽ നിൽക്കും, ചിലപ്പോ ഈവനിങ് ചിലപ്പോ വേറെ ഹോസ്പിറ്റല്, ഇപ്പൊ നൈറ്റ് വേറെ ഹോസ്പിറ്റല്, അങ്ങനെയൊക്കെ നിൽക്കും അല്ലെ. അവർ ഹോസ്പിറ്റലൊക്കെ മോർ ദാൻ വൺ ഹോസ്പിറ്റൽസ് അല്ലെ, ഒന്നിലധികം ഹോസ്പിറ്റലുകളിൽ ചിലപ്പോ അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരാം അല്ലെ, അവരങ്ങനെ വർക്ക് ചെയ്യാം. അപ്പൊ അവിടെ എന്താ, റിസൾട്ടിങ് ഇൻ ആൻ ഇൻഎബിലിറ്റി ടു റിമെമ്പർ, റെസ്പോണ്ട് ടു ദ റൈറ്റ് കോൾ അറ്റ് ദ റൈറ്റ് ടൈം. കണ്ടോ, അപ്പൊ അങ്ങനെ വരുമ്പോഴോ ചിലപ്പോ ഈ ഹോസ്പിറ്റലിൽ ഈ കോഡ് ആയിരിക്കില്ല, മറ്റേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ കോഡ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് പറ്റും, അവർക്ക് ശരിയായി ഓർമ്മിക്കാൻ പറ്റൂല. റൈറ്റ് കോഡ് റൈറ്റ് ടൈം, ശരിയായ സമയത്ത് ശരിയായ കോഡ് അവർക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അവർക്കുള്ള കുഴപ്പമല്ല, ഹോസ്പിറ്റലിൽ ഇതാണല്ലോ, അവർ വേറെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ആ കോഡ് വേറെ സംഭവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു വെല്ലുവിളിയാണ് പറയണത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ, അവർക്ക് ശരിയായ സമയത്ത് ശരിയായ കോഡ് ഓർത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നോക്കി, ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, Some countries, England and Canada, use a nationally standardized set of emergency hospital code. കണ്ടോ, ഇംഗ്ലണ്ട്, കാനഡ ഇവിടെയൊക്കെ എന്താണ് ഈ നാഷണലി സ്റ്റാൻഡർഡൈസ്ഡ്, ഇംഗ്ലണ്ട്, കാനഡ, അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ ദേശീയ നിലവാരമുള്ള ഒരു എമർജൻസി കോഡ് ഉപയോഗിക്കുന്നു. ഈ ഇവിടെയൊക്കെ ഒരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദേശീയ നിലവാരമുള്ള ഒരു എമർജൻസി കോഡുകൾ ഇംഗ്ലണ്ട്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളില് ഉപയോഗിക്കുന്നു. This means that every hospital uses the same communication technology. അതൊന്ന് ശരിയാക്കിക്കോട്ടോ, അവിടെ ടെക്നോളജി എന്നാണ്. ഇതിനർത്ഥം എന്താ പറഞ്ഞേക്കുന്നത്, ദിസ് മീൻസ് ദാറ്റ് എവരി ഹോസ്പിറ്റൽ യൂസസ് ദ സെയിം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. എല്ലാ ഹോസ്പിറ്റലിലും എമർജൻസി സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കണം. Every hospital use the same communication technology to communicate during an emergency situation. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ആ കൺട്രീസിന്റെ പേരും വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടോ. നമുക്ക് ഇവിടെ പഠിക്കാൻ തന്നേക്കുന്നത് രണ്ടെണ്ണം കേട്ടോ, ഇംഗ്ലണ്ട്, കാനഡയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അത് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഇതിന് എല്ലാ ഹോസ്പിറ്റലിലും ഒരേപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എമർജൻസി സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. However, എന്നിരുന്നാലും this standards has not yet been implemented in India, although it has previously been recommended. ഇന്ത്യയില് ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും, ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്റ്റാൻഡേർഡ് ഇന്ത്യയില് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. Okay. However, this standardization has not yet been implemented in India. ഇന്ത്യയിൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അവർ നേരത്തെ ഇതെങ്ങനെ റെക്കമെൻഡ് ചെയ്തു, ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോഡുകൾ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകും, ഹെൽത്ത് പേഴ്സണൽസിന്റെ ഇടയിൽ കൺഫ്യൂഷൻ വരും. അത് പല പ്രശ്നങ്ങൾക്ക് പല സംഭവങ്ങളിലും യഥാസമയം നമ്മളത് റെസ്പോണ്ട് ചെയ്യുന്നതിന് പ്രശ്നങ്ങൾ വരാം അല്ലേ, അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോഡ് വേണമെന്നുള്ളത് ഇന്ത്യയിലെ പ്രീവിയസ്ലി മുന്നേ അവര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്താ ഇന്ത്യയില് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നാണ് ആ ഒരു ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത കൺക്ലൂഷൻ പോലെയാണ് പറഞ്ഞേക്കുന്നത്. നോക്കി, ഇവിടെ 1-2 സെന്റൻസ് മാത്രം നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇതിന്. ഓക്കെ, കൺക്ലൂഷൻ.
Emergency response codes are color-coded indicators used in healthcare facilities to alert all relevant hospital staff members for potential issues arising in the hospital. One underline cheyyuട്ടോ. Dash are color-coded indicators used in healthcare facility. Healthcare facility അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കളർ കോഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് എമർജൻസി റെസ്പോൺസ് കോഡ് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കളർ കോഡ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സ് സൂചകങ്ങളാണ് എമർജൻസി റെസ്പോൺസ് കോഡ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ? ഇതെന്താണ് ഈ എമർജൻസി റെസ്പോൺസ് കോഡ്? ഇനി എന്താ ചെയ്യുന്നത്? അലേർട്ട് ആക്കുന്നു അല്ലെ? ഓൾ റിലവന്റ് ഹോസ്പിറ്റൽ സ്റ്റാഫ് മെമ്പേഴ്സ് ഫോർ പൊട്ടൻഷ്യൽ ഇഷ്യൂ അറൈസിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. എന്താ ഈ സ്റ്റാഫുകളെയൊക്കെ അലേർട്ട് ആക്കുന്നു. എന്തിനാ? ആ ഹോസ്പിറ്റലില് എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരെയും, ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകളെയും അറിയിക്കാൻ, അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് ഒരു എന്താ പറയാ, സ്റ്റാഫ് മെമ്പേഴ്സിന് ഒരു അലേർട്ട് കൊടുക്കാനായിട്ട് ഈ എമർജൻസി റെസ്പോൺസ് കോഡുകൾ ഉപയോഗിക്കുന്നു. അതും കൂടി അണ്ടർലൈൻ ചെയ്തോട്ടോ. To alert all relevant hospital staff members for potential issue arising in the hospital. ആ ഹോസ്പിറ്റലില് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ബന്ധപ്പെട്ട എല്ലാ ഹോസ്പിറ്റൽ ജീവനക്കാരെയും ഇത് ഈ എമർജൻസി റെസ്പോൺസ് കോഡ് അറിയിക്കുന്നു. 2 പോയിന്റ് അവിടെ നോട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. എന്താണ് ഡാഷ് ആർ കളർ കോഡഡ് ഇൻഡിക്കേറ്റർ എന്ന് ചോദിക്കാം. അത് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കാം കേട്ടോ. എല്ലാ സ്റ്റാഫുകളെയും ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ച് ഒരു അലേർട്ട് അല്ലെ, അവർക്ക് എന്താണ് അത് അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എമർജൻസി റെസ്പോൺസ് കോഡുകൾ. ഇനി നോക്കി, എമർജൻസീസ് ക്യാൻ ഒക്കർ അറ്റ് എനി ടൈം. എമർജൻസി നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ? ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം. നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അല്ലെ? ഏത് സമയത്ത് വേണമെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ വരാം, എമർജൻസി ഉണ്ടാകാം, അടിയന്തര ഘട്ടങ്ങൾ വരാം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ക്രൂഷ്യൽ. ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ നിർണായകമാണ്, നിർണായകം. To ensure a swift response that protect the patient, visitors, staff and hospital property. Underline ചെയ്ത സെന്റൻസ്. എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് പറഞ്ഞു ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിർണായകമാണ്. എന്തിനാ? എൻഷുർ എ സ്വിഫ്റ്റ് റെസ്പോൺസ്, പെട്ടെന്നുള്ള ഒരു പ്രതികരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി. എന്തിനാണത്? ദാറ്റ് പ്രൊട്ടക്ട് ദ പേഷ്യൻസ്, പേഷ്യൻസിനെ സംരക്ഷിക്കാൻ അല്ലെ? ആ ഒരു ഇവന്റിൽ നിന്ന് പേഷ്യൻസിനെ സംരക്ഷിക്കാൻ, വിസിറ്റേഴ്സിനെ സംരക്ഷിക്കാൻ, സ്റ്റാഫുകളെ സംരക്ഷിക്കാൻ, ഹോസ്പിറ്റലിന്റെ പ്രോപ്പർട്ടി, ഹോസ്പിറ്റലിന്റെ സ്വത്ത് അല്ലെ, എന്നിവയെ സംരക്ഷിക്കാൻ, വേഗത്തിലുള്ള പ്രതികരണം ഉറപ്പാക്കാൻ, പെട്ടെന്നുള്ള ആ റെസ്പോൺസ് അല്ലെ, എൻഷുർ എ സ്വിഫ്റ്റ് റെസ്പോൺസ്, പെട്ടെന്നുള്ള ആ പ്രതികരണം ഉറപ്പാക്കാൻ എന്ത് വേണമെന്നാ പറഞ്ഞേ? എന്താ വേണ്ടത്? ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസ് കൂടി? 3 സെന്റൻസ് അവിടെ നോട്ട് ചെയ്തിട്ടോ കേട്ടോ. Effective communication is crucial, നിർണായകമാണ്. എന്തിനാ? To ensure a swift response that protect patients, visitors, staff and hospital property. ഇനി communication technology clearly has a huge role to play an event of various hospital emergencies. പറഞ്ഞതല്ലേ നമ്മള് ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെ അത്രയും ഡെവലപ്പ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ആ കോഡ് അവിടെ അനൗൺസ് ചെയ്യുമ്പോഴേക്കും എല്ലാ സ്റ്റാഫുകൾക്കും ആ മെസ്സേജ് പോകുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ഈ ഹോസ്പിറ്റലിലുള്ള എമർജൻസിയിലെ ആ ഒരു സംഭവങ്ങളെ കൃത്യമായിട്ട് എല്ലായിടത്തേക്കും എത്തിക്കാനായിട്ട് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. ഹോസ്പിറ്റലിലെ വിവിധ അടിയന്തര സാഹചര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്ക് ഒരു വലിയ പങ്കുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള സ്റ്റാഫുകളിലേക്ക് എത്തിക്കാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് ഷുഡ് ബി ആൻ ഇന്റഗ്രൽ പാർട്ട് ഇൻ ദ ഇവന്റ് ഓഫ് ഇൽവേസ്.
ഹോസ്പിറ്റൽ എമർജൻസീസ്. അതുകൂടാതെ അത് ഹോസ്പിറ്റൽ എമർജൻസീസിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. എന്താണ് ഇന്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ? ഒരു അവിഭാജ്യ ഘടകമാണ്. വിവിധ ഹോസ്പിറ്റലിലുള്ള അടിയന്തര സാഹചര്യങ്ങളില് ഇതൊരു അവിഭാജ്യ ഘടകമാണ്, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇതില്ലെങ്കിൽ കാര്യമുണ്ടോ? വെറുതെ നമ്മൾ അവിടെ ഇന്ന് എന്താ പറയാ ഉറക്കെ വിളിച്ച് കോഡെല്ലോ അല്ലെങ്കിൽ കോഡെല്ലോ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ? അല്ലെ? അത് ആ വയർലെസ് സിസ്റ്റത്തിലൂടെ എല്ലാവരിലേക്കും, എല്ലാ സ്റ്റാഫുകളിലേക്കും അത് കണക്റ്റഡ് ആണത്. അല്ലെ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈ ഹോസ്പിറ്റൽ എമർജൻസീസ് കറക്റ്റ് സമയത്ത് എല്ലാ സ്റ്റാഫുകളിലേക്കും എത്തിക്കാൻ, അല്ലെങ്കിൽ ആ സംഭവങ്ങളെ എല്ലാ ഇതിലേക്കും എത്തിക്കാനായിട്ട് വളരെയധികം എന്താ പറയുക ഒരു അവിഭാജ്യ ഘടകമാണ്, integral part ആണ്. And it should be an integral part of any emergency handling plan. Emergency കൈകാര്യം ചെയ്യാൻ, അല്ലെ, ഹാൻഡ്ലിംഗ് പ്ലാൻ ആസൂത്രണം ചെയ്യാനുള്ളതിനും എന്താ ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒരു അവിഭാജ്യ ഘടകമാണ്. അത് രണ്ടും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് is an integral part of various hospital emergencies and any emergency handling plan. എമർജൻസി കൈകാര്യം ചെയ്യുന്ന ആസൂത്രണം ചെയ്യാനുള്ള അതിന്റെ ആ പ്ലാനിങ്ങിനും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒരു അവിഭാജ്യ ഘടകമാണ്. രണ്ട് പോയിന്റും അവിടെ നോട്ട് ചെയ്യുക. ഇനി അടുത്ത നോക്കിയേ, ഇഫ് യു cannot communicate effectively, ഇനി നമുക്ക് ഫലപ്രദമായി നമ്മളൊരു ആശയവിനിമയം നടത്തിയില്ലെങ്കിലോ എന്താ പറ്റുന്നേ? Then your chance of adequately responding to the situation are greatly reduced. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ? നമ്മൾ അത് ഫലപ്രദമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇല്ലെങ്കിൽ എന്താ പറ്റുന്നേ? നമുക്ക് ആ സിറ്റുവേഷനിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് adequately, അല്ലെ, ആ ഒരു ഫലപ്രദമായി നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയില്ലെങ്കിൽ ആ എമർജൻസി സിറ്റുവേഷനിലോട് പ്രതികരിക്കാനുള്ള നമ്മളുടെ ആ സാധ്യത നമുക്ക് കുറയും. അല്ലെ? കറക്റ്റ് ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കത് റെസ്പോണ്ട് ചെയ്യുന്നത് കുറയും. നമ്മൾ അറിയണല്ലോ, അല്ലെ? നമ്മൾ അറിഞ്ഞാലേ നമുക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ആ ഒരു സംഭവം നമ്മൾ അറിഞ്ഞാലേ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇല്ലെങ്കിൽ നമുക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഇത് നമുക്ക് കുറയും. ദെൻ അടുത്ത് നോക്കിയേ, the most commonly cited problem in emergency situation management is invariably communication breakdown. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. എമർജൻസി the most commonly cited problem in emergency situation management. Emergency situation management ഇത് ഏറ്റവും സാധാരണയായി ഉയർന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആണ്, അല്ലെ? അതിന്റെ ഇടയിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും, അല്ലെ? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് അത്. ഒരു ചലഞ്ചസ് ആണ് എമർജൻസി സിറ്റുവേഷൻ മാനേജ്മെന്റിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മൾ അതിനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ അണ്ടർലൈൻ ചെയ്തു കേട്ടോ. പിന്നെ എമർജൻസി ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ബീയിങ് സീരിയസ്ലി അഫക്റ്റഡ് ബൈ വൈറ്റൽ ഇൻഫർമേഷൻ ബീയിങ് ലോസ്റ്റ് ഓർ ഡിലീറ്റഡ്. ഓക്കെ, സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് നമുക്ക് ആ അടിയന്തര സിറ്റുവേഷനുകളുടെ അതിനെ പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലിനെ ഗുരുതരമായി ബാധിക്കുന്നു. ശരിയല്ലേ? നമുക്ക് അതിന്റെ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ വരികയാണ്, നഷ്ടം വരികയാണ്, ഡിലീറ്റ് ആയി പോവുകയാണ്, പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് അല്ലെ ലോസ്റ്റ് ആയി പോവുകയാണ്, അത് ഡിലീറ്റ് ആയി പോവുകയാണെങ്കിൽ നമുക്ക് ആ പ്രവർത്തനങ്ങളെ തീരുമാനമെടുക്കുന്നതിനെ ഗുരുതരമായി ബാധിക്കുന്നു. നമുക്ക് എന്താണ് അവിടെ ശരിയായിട്ട് ചെയ്യേണ്ടത്? ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ് അല്ലെ, ആ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കണ്ടേ, അല്ലെങ്കിൽ എന്ത് കാര്യമാ ചെയ്യേണ്ടത് എന്നുള്ളതിനെ എന്ത് ചെയ്യുന്നു? സീരിയസ് ആയിട്ട് ബാധിക്കുന്നു. ആൻഡ് ഹെൻസ് ദ റൈറ്റ് ടെക്നോളജി ഈസ് implemented correctly can make a huge difference in emergency situation. Hence, അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ടെക്നോളജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ can make a huge difference. ആ എമർജൻസി സിറ്റുവേഷനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും.
പറ്റൂലേ? നല്ല ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആ എമർജൻസി സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്നതിന് തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കുറച്ചുകൂടി കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കാൻ പറ്റും. അതുകൂടി അങ്ങനെ ആ സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അല്ലെ? ആ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. Then the goal is for the hospital is to face in the implementation of the recommended codes so that the required materials and training can be developed and offered at a time best suited for the hospital employees. Hospital നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു കോഡുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുന്നതിന് ഘട്ടം ഘട്ടമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിന് കുറച്ചും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ, അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുവഴി നമുക്ക് ഒരു ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും പരിശീലനവും ഒക്കെ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് തന്നെ വികസിപ്പിക്കാനും നൽകാനും കഴിയും. ട്രെയിനിങ്ങിനാലും പറഞ്ഞോ, ദാറ്റ് റിക്വയർഡ് മെറ്റീരിയൽസ് ആൻഡ് ട്രെയിനിങ് ക്യാൻ ബി ഡെവലപ്ഡ് ആൻഡ് ഓഫേർഡ് അറ്റ് ദ ടൈം. ആ കറക്റ്റ് സമയത്ത് നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ മോക്ട്രിലിന്റെ ഇതൊക്കെ ഏത് എമർജൻസി ഫയർ ആണ്, അപ്പൊ അങ്ങനെ അവർക്ക് കുറച്ച് സ്റ്റാഫുകൾക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഫയർ ഇത് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ കുറച്ച് എംപ്ലോയീസിന് അവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തേക്കാം. അപ്പൊ അവർക്ക് എല്ലാം നല്ല രീതിയിൽ ഏറ്റവും അനുയോജ്യമായ സമയത്ത് തന്നെ അവർക്ക് എന്താ പറയാ ആ ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് അത് വികസിപ്പിക്കാനും അത് നൽകാനും കഴിയും. Then emergency response code help hospital personnel understand how to effectively manage various emergency situation. Underline ചെയ്തിട്ടേ dashboard help പറഞ്ഞ് ചോദിക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? എമർജൻസി റെസ്പോൺസ് കോഡ് ഹെൽപ്പ് ഹോസ്പിറ്റൽ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു എഫക്റ്റീവ്ലി മാനേജ് വേരിയസ് എമർജൻസി സിറ്റുവേഷൻ അല്ലെ. എമർജൻസി റെസ്പോൺസ് കോഡിലുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫിനെ വിവിധ എമർജൻസി സിറ്റുവേഷൻസ് എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാൻ എഫക്റ്റീവ്ലി എങ്ങനെ നമുക്ക് ഫലപ്രദമായി കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. Underline ചെയ്ത സെന്റൻസ് dashboards help the hospital personnel understand എന്ന് പറഞ്ഞ ആ സെന്റൻസ് അങ്ങനെ തന്നെ ചോദിക്കണ്ട. എമർജൻസി റെസ്പോൺസ് കോഡ് ഹെൽപ്പ് ഹോസ്പിറ്റൽ പേഴ്സണൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നു. എങ്ങനെ? ആ എമർജൻസി സിറ്റുവേഷനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Hospital emergency management is a continuous process. Hospital emergency management എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. Require the streamless എന്ന് വെച്ചാൽ തടസ്സമില്ലാത്ത, streamless തടസ്സമില്ലാത്ത integration of planning and response effort with a local and national program. ഹോസ്പിറ്റൽ എമർജൻസി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് എന്ത് വേണം? റിക്വയറിംഗ് ദ സീംലെസ് ഇന്റഗ്രേഷൻ, ഒരു എന്താ പറഞ്ഞേക്കണേ ഒരു തടസ്സമില്ലാത്ത ഒരു സംയോജനം, അതുപോലെ അതിന്റെ ഒരു പ്ലാനിങ്ങും അല്ലെ പ്രാദേശിക ദേശീയ പരിപാടിയുമായി ആസൂത്രണത്തിന്റെയും അതുപോലെ തന്നെ പ്രതികരണ ശ്രമങ്ങളുടെയും ഒരു തടസ്സമില്ലാത്ത ഒരു സംയോജനമാണ് ഹോസ്പിറ്റൽ എമർജൻസി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് കൂടി നോട്ട് ചെയ്തോട്ടോ. Dash is a continuous process requiring അങ്ങനെ ആ സെന്റൻസ് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇതിന്റെ വലിയ പാരഗ്രാഫ് അല്ലേ, ഇതിനല്ലാതെ വേറെ ഒരു വൺ വേർഡ് ഒന്നും ചോദിക്കാനുള്ള ഒന്നുമില്ല, ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. The above layout can be useful to assist hospital administrators and emergency managers in responding effectively to the most likely emergency scenario, as well as while planning to implement emergency response plan in other small or large healthcare organizations. എന്താ പറഞ്ഞേക്കുന്നേ? മുകളിൽ പറഞ്ഞ ആ എല്ലാ ലേഔട്ടുകളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരെയും അതുപോലെ
എമർജൻസി മാനേജർമാരെയും ഏറ്റവും സാധ്യമായിട്ടുള്ള ഒരു അടിയന്തര സാഹചര്യങ്ങളോട് എന്താ പെട്ടെന്ന് അവർക്ക് ഫലപ്രദമായി ചെറുക്കുന്നതിനോ അല്ലെ പ്രതികരിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതിനോ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് ഒരു എമർജൻസി പ്ലാൻ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അത് ആസൂത്രണം ചെയ്യുന്നതിനോ ഒക്കെ സഹായിക്കുന്നു. ഇത്രയാണ് ആ ഒരു ഇതിനകത്ത് പറഞ്ഞേക്കണേ. നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ സെന്റൻസുകൾ ഒന്ന് നിങ്ങൾ അത് വൺ വേർഡ് പോലെ ഒന്ന് നോക്കി വെച്ചേക്കാട്ടോ. അതാണ് ആ ഒരു ചാലഞ്ചസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ യഥാർത്ഥ സമയത്ത് ശരിയായ കോഡുകൾ ഹോസ്പിറ്റലിൽ നമുക്ക് അത് അല്ലെങ്കിൽ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെ നമുക്ക് ഇതാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ ഹെൽത്ത് കെയർ പേഴ്സണൽസിന്റെ ഇടയിൽ തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു സംഭവങ്ങളോട് പ്രതികരിക്കാനുള്ള ആ ഒരു ഇത് റെസ്പോണ്ട് ചെയ്യുന്നത് കുറയും അല്ലെ, അതിന്റെ ഫലപ്രാപ്തി കുറയും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എല്ലായിടത്തും നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് ഒരു കോഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല. അതിന്റെ കോഡ് ബ്ലൂവും കോഡ് റെഡും വേൾഡില് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള കോഡുകളാണെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. 7th മൊഡ്യൂളിലെ ആ ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാപ്റ്റർ 3 ഞാൻ ആ ലാസ്റ്റ് സെക്ഷനിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക്. അത് എങ്ങനെയാ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുവാണോ എങ്ങനെ വേണം? ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞ് നിങ്ങൾ എഴുതിയെടുക്കുവാണോ ചെയ്യുന്നേ? യെസ്, അത് എവിടേക്ക് ഇടയ്ക്കിടയിൽ നോക്കട്ടെ കേട്ടാ. 3rd ചാപ്റ്റർ ആയിരുന്നില്ലേ നമുക്ക്? ബുക്ക് വേണമെന്നില്ല ഇതിന്. നിങ്ങൾ എന്ന് നോട്ട് ചെയ്യാനുള്ള സംഭവം എടുത്തോ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അത് ഒരു വലിയ ബൾക്കായിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ലാസ്റ്റ് സെക്ഷൻ കേട്ടോ. അപ്പൊ നിങ്ങൾ അത്രയും നോക്കിയാൽ മതി. ഇനി അത് പാരഗ്രാഫ് വായിച്ച് ഇവിടെ തുടങ്ങിയല്ലേ നമ്മൾ പറഞ്ഞത് അല്ലെ, പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ളത് കേട്ടോ. വേഗം വേഗം എഴുതിയിട്ടോ കേട്ടോ. ക്വസ്റ്റ്യൻസ് ഞാനത് റെഡിയാക്കി വെച്ചതാണ്, നിങ്ങൾക്ക് തരാലോ എന്ന് കരുതി. പിന്നെ അത് മുഴുവനും വായിച്ച് അത് ഇത്ര ബൾക്കായിട്ട് കിടക്കുന്നുണ്ട്, 2-3 പേജ് ഇങ്ങനെ കിടക്കണം. അതിൽ നിന്ന് ഞാൻ ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു 20 ക്വസ്റ്റ്യനോളം ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദിക്കുക വരാൻ ചാൻസ് ഉള്ള 1 വേർഡ്സ് ഒക്കെയാണ് ഞാൻ അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്യാനുള്ളത് എടുത്തോ കേട്ടോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ISO. ഫസ്റ്റ് ഇതിനകത്ത് കിടക്കുന്നതാട്ടോ ISO. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് ഇടുവാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതിക്കോ, എന്നാൽ പിന്നെ സമയം കളയണ്ടല്ലോ. നമുക്കൊരു 10-15 മിനിറ്റ് അല്ലേ ഉള്ളൂ. നിങ്ങളുടെ പ്രിന്റ് നോട്ടിൽ അണ്ടർലൈൻ ചെയ്തെടുത്താലും മതി. ഞാൻ അതാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് സ്ക്രീൻ. നോക്കിയ ISOന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. എക്സ്പാൻഡ് ISO, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. കിട്ടിയില്ലേ? പിന്നെ അതിനകത്ത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, നമ്മൾ 7 ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞില്ലേ, അതൊന്ന് നോക്കി. ആ പാരഗ്രാഫിന്റെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് കിടക്കണം നോക്കി. അത് ഏതൊക്കെയാണ്? ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓർ ക്വാളിറ്റി മാനേജ്മെന്റ് പ്ലാൻസ് അല്ലെ. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന 7 ബേസിക് പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്തിടുക. ഇങ്ങനെ പോരെ? ഇനി അത് എടുക്കുന്ന സമയം കളയണ്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോ പാരഗ്രാഫ് പറയുമ്പോ അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തെടുത്താൽ പോരെ? ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? മതി. ഓക്കെ, കാര്യമില്ല. നോക്കിയേ ഏതൊക്കെ പറഞ്ഞ 7 ബേസിക് പ്രിൻസിപ്പിൾ നോക്കിയേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും, എങ്കിലും ഒന്നുകൂടി നോക്കിക്കോട്ടോ. ആ സെക്ഷനുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം. ഏതൊക്കെയാ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഏതൊക്കെയാ? കസ്റ്റമർ ഫോക്കസ്, ലീഡർഷിപ്പ്, എൻഗേജ്മെന്റ് ഓഫ് പീപ്പിൾ, പ്രോസസ് അപ്രോച്ച്, ഇംപ്രൂവ്മെന്റ്, എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. 2 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? 7 ബേസിക് പ്രിൻസിപ്പിൾസ്. അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ്സ് അത്.
അത് അണ്ടർലൈൻ ചെയ്തു. അപ്പൊ അവിടെ നമുക്ക് രണ്ട് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാലോ. QMP അല്ലെ, ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്ലാൻ, അത് രണ്ടും കൂടി നോട്ട് ചെയ്തു അതിന്റെ ഒപ്പം. അപ്പൊ ആ ഒരു പാരഗ്രാഫ് തീർന്നു കേട്ടോ. ആ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് അത്രയും ക്വസ്റ്റ്യൻ അവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എഴുതുന്നത് നോക്കി, ഡാഷ് ഈസ് എസെൻഷ്യൽ ടു ക്വാളിറ്റി മാനേജ്മെന്റ്. ഫസ്റ്റ് സെന്റൻസ്, രണ്ടാമത്തെ പാരഗ്രാഫില്ലേ അതിന് ഫസ്റ്റ് സെന്റൻസ് നോക്കി, കസ്റ്റമർ സർവീസ് ഓർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് എസെൻഷ്യൽ ടു ക്വാളിറ്റി മാനേജ്മെന്റ്. അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് എസെൻഷ്യൽ ടു ക്വാളിറ്റി മാനേജ്മെന്റ്. അതിൽ ചോദിക്കാം കസ്റ്റമർ സർവീസ് ഈസ് എസെൻഷ്യൽ ടു ഡാഷ്. എന്തിനു വേണം? ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന് അത്യാവശ്യമാണ് കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പേഷ്യന്റ് ആണ്, പേഷ്യന്റിന്റെ സംതൃപ്തിയാണ് ആ ക്വാളിറ്റി മാനേജ്മെന്റിൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞിരുന്നല്ലേ. ഇനി അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് താഴെ അത് രണ്ടു മൂന്ന് സെന്റൻസ് കഴിഞ്ഞ് നോക്കിയേ, അൾട്ടിമേറ്റ് കസ്റ്റമർ ഈസ് ദ പേഷ്യന്റ് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാട്ടോ, ഹോസ്പിറ്റൽ ദ അൾട്ടിമേറ്റ് കസ്റ്റമർ ഈസ് ദ ഡാഷ്. ആരാണ് അവിടെ അൾട്ടിമേറ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞത്? പേഷ്യന്റ് ആണ്. അൾട്ടിമേറ്റ് കസ്റ്റമർ ഈസ് ദ പേഷ്യന്റ്. നെക്സ്റ്റ് നോക്കിയേ, അൾട്ടിമേറ്റ് കസ്റ്റമർ ഈസ് ദ പേഷ്യന്റ്. അത്ര അണ്ടർലൈൻ ചെയ്തില്ലേ? ഇനി അവിടെ നിന്ന് നമുക്ക് താഴെ ആ പാരഗ്രാഫ് അങ്ങ് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ, ഞാൻ കുറച്ച് ആയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്ത് നോക്കിയാ നെക്സ്റ്റ് ഞാൻ ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കണ്ടില്ലേ, ആ പാരഗ്രാഫ് നോക്കി, ഡാഷ് ഈസ് എസെൻഷ്യൽ അറ്റ്, അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്നതാണ് ഓൾറെഡി, അറ്റ് എവരി ലെവൽ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ, പ്രൊഡക്റ്റ് ഓർ സർവീസ്. എന്ത് വേണം? ലീഡർഷിപ്പ്. ഒരു ഓർഗനൈസേഷന്റെയോ സർവീസിന്റെയോ ലക്ഷ്യങ്ങളും ദൗത്യങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് എല്ലാ തലത്തിലുമുള്ള ലീഡർഷിപ്പ് ആവശ്യമാണ്. ലീഡർഷിപ്പ് ഈസ് എസെൻഷ്യൽ. ഇനി അടുത്തത് നോക്കിയേ, നെക്സ്റ്റ് അത് അണ്ടർലൈൻ ചെയ്തതാണ്, ഒന്നുകൂടെ നോക്കിയോ കേട്ടോ. അണ്ടർലൈൻ ചെയ്തത് അത് തന്നെ ചെയ്തില്ലേന്ന് ഒന്ന് നോക്കുവോ, ഒന്നുകൂടി നോക്കി വെക്കുക കേട്ടോ. അടുത്ത് നോക്കിയേ, നമുക്ക് റിട്ടേണിംഗ് ഓർ ട്രോമ സെനാരിയോ, ആ പാരഗ്രാഫിൽ തന്നെ, ദ ട്രോമ സർജൻ എൻഷുർ ദാറ്റ് ഡാഷ് പ്രോട്ടോകോൾ ഈസ് ഫോളോഡ്. ഏത് പ്രോട്ടോകോളാ? ATLS പ്രോട്ടോകോൾ ഈസ് ഫോളോഡ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ATLSന്റെ ഈ എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം കൂടി നോട്ട് ചെയ്യണം. അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട്. ഓക്കെ, അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട്. കിട്ടിയില്ലേ? രണ്ട് കാര്യങ്ങൾ. അപ്പൊ ട്രോമ സർജൻ എന്ത് ഫോളോ ചെയ്യണം? ATLS പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം. ATLS എന്ന് പറഞ്ഞ അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾ. ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് വരുന്നത് അടുത്ത പാരഗ്രാഫ് നോക്കി. അവിടെ അടുത്ത പാരഗ്രാഫ് നോക്കാം കേട്ടോ. അടുത്ത പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് തന്നെ നോക്കിയേ, ഇൻവോൾവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ അറ്റ് ഓൾ ലെവൽ ഈസ് ക്രൂഷ്യൽ ടു അച്ചീവിംഗ് ദ ഗോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ, പ്രൊഡക്റ്റ് ഓർ സർവീസ്. അല്ലെ, ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നിർണായകമാണ്, നിർണായകമാണ്. ഡാഷ് ഈസ് ക്രൂഷ്യൽ. അവിടെ അങ്ങനെ ആ ഒരു സെന്റൻസ് ഇടുക കേട്ടോ. ഡാഷ് ഈസ് ക്രൂഷ്യൽ ടു അച്ചീവിംഗ് ദ ഗോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ, പ്രൊഡക്റ്റ് ഓർ സർവീസ്. നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാൻ പറ്റുണ്ടോ? മെസ്സേജ് ചെയ്യുന്നില്ലാണ്ട് എനിക്കറിയാം, നിങ്ങളത് ഫോളോ ചെയ്തിട്ടെന്ന് അറിയാം. നിങ്ങൾ ആ ടെക്സ്റ്റിൽ ഞാൻ പറയുന്നത് വേഗം വേഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുത്തോ കേട്ടോ. ഓക്കെ, രുചി, നിഷ, കാരുണ്യ, ഇവരൊക്കെ എല്ലാവരും എപ്പോഴും മെസ്സേജ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. നിങ്ങളെ മെസ്സേജ് ഇടുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഫോളോ ചെയ്യേണ്ട, എഴുതി എടുക്കണമെന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തില്ല നമ്മൾ ആ പാരഗ്രാഫിന്റെ ആദ്യം. ഒരു ഓർഗനൈസേഷന്റെയോ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ ഒക്കെ ഗോള് നേടിയെടുക്കുന്നതിന് എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? ഇൻവോൾവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ അറ്റ് ഓൾ, എല്ലാ തലത്തിലുമുള്ള ഇൻഡിവിജ്വലിന്റെ ഇൻവോൾവ്മെന്റ് ആവശ്യമാണ്. ഓക്കെ, ഈ അടുത്ത് നോക്കിയേ, അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് താഴേക്ക് വരുമ്പോ നമ്മൾ പറഞ്ഞത്
അടുത്ത തൊട്ട് താഴെയുള്ള നോക്കി, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബിൽഡ് ഓൺ ദ സ്ട്രെങ്ത് ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ. നെക്സ്റ്റ് സെന്റൻസ് തന്നെ അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Healthcare institutions are built on the strength and dash of the peoples. എന്തിന്റെയൊക്കെയാണ് സ്ട്രെങ്ത്? അതിന് ശക്തിയിലും കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധതയിലും ആണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ബിൽഡ് ഓൺ ദ സ്ട്രെങ്ത് ആൻഡ് കമ്മിറ്റ്മെന്റ് അല്ലെ? ആളുകളുടെ നാളെ വരില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്കതേ ഞാൻ നോക്കട്ടെ കേട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം എത്തിയെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ നാളെ കയറാം കേട്ടോ. സാറ്റർഡേ നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞിട്ടില്ലേ? ഇനിയിപ്പോ ഞാൻ മിസ്സിനോട് ഞാൻ ചോദിച്ചില്ല, ഇപ്പൊ ആതിര മിസ് അല്ലേ ക്ലാസ് കഴിഞ്ഞിറങ്ങിയത്? നിങ്ങൾക്ക് ആ ലാസ്റ്റ് സെക്ഷൻ ഒരു ചാപ്റ്ററിന്റെ അല്ലേ അത്? അത് എന്തോരം എത്തിന്ന് ഞാൻ നോക്കട്ടെ. ഇനി അത് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് പോർഷൻസ് എടുക്കാനുണ്ടെങ്കിൽ ഞാൻ കയറും കേട്ടോ നാളെ. അത് ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഇനി എന്തോരം എടുക്കാനുണ്ട്, ഇനി അതൊരാളെ എടുത്താൽ തീരുമോ? ഇനിയിപ്പോ നാളെ എങ്ങനെയാ നോക്കി. എന്തായാലും നാളത്തോടുകൂടി നിങ്ങളുടെ പോർഷൻസ് തീർക്കാം നമുക്ക് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ ചാപ്റ്റർ ഇപ്പൊ നമ്മൾ എടുക്കേണ്ടിരുന്ന ഇതുകൂടെ അല്ലേ. ഇതുപോലെ റിവിഷൻ നടന്നാൽ നല്ലതായിരുന്നു എന്നാണോ? നോക്കട്ടെ, അതെന്തോരം ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ ഇനി തീർക്കാനായിട്ട്. ഇനിയിപ്പോ ഇനിയിപ്പോ നിങ്ങൾക്ക് നാളെയും കൂടി പോർഷൻ, ഇന്നാണ് ശരിക്കും നിങ്ങൾക്ക് തീരേണ്ടത്. പക്ഷേ നമുക്ക് ആ സോണി മിസ് എടുത്തോണ്ടിരുന്ന ചാപ്റ്റർ തന്നെയല്ലേ ആതിര മിസ്, അതിന്റെ കുറച്ച് സെക്ഷനാണ് എടുത്തത്. ഇപ്പൊ എനിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ക്ലാസ് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന് തീർന്നിട്ട് അത് ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം മഴയും ഇവിടെയൊക്കെ നെറ്റും ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് മഴയൊക്കെ ആയിരുന്നില്ല, അത് തന്നെ നെറ്റൊന്നും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അത് തന്നെയാണ്. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഞാൻ അന്ന് കയറിയത്. നമുക്ക് ഈ ആഴ്ചത്തെ ഒരു ക്ലാസ് പോയില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് എത്രത്തോളം തീരാനുണ്ടെന്ന് നോക്കട്ടെ. തീർക്കാനുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കയറും. നാളെ നമുക്കത് പോർഷൻസ് തീർത്തു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇന്നും കൂടി ആണ് ശരിക്കും ക്ലാസ് പറഞ്ഞത്. നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നത് കൊണ്ടാണ് നാളത്തേക്കും കൂടി നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞത് കേട്ടോ. നോക്കട്ടെ എന്താന്ന് വെച്ചാൽ അതിന്റെ അനുസരിച്ച് ചെയ്തു തരാം കേട്ടോ. അപ്പൊ നമ്മൾ എവിടെയാണ് എത്തിയത്? ഹെൽത്ത് കെയർ. നെക്സ്റ്റ് ആ പാരഗ്രാഫിലെ രണ്ടാമത്തെ സെന്റൻസ് ഇല്ലേ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടേ. ഞാൻ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ വേഗം എഴുതി വെച്ചത്. ഇതിന് നിങ്ങൾ ഇത്രയൊക്കെ നോക്കിയാൽ മതി. ഇനി ഇത് ഫുള്ള് വായിച്ച് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ അതിനകത്ത് കമ്മിറ്റ്മെന്റ് എന്നുള്ളത് കേട്ടോ, ആളുകളുടെ എന്താണ്, നമുക്ക് സ്ട്രെങ്തിലും ശക്തിയിലും കമ്മിറ്റ്മെന്റിലുമാണ്, ആ പ്രതിബദ്ധതയിലുമാണ് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്യാഭ്യാസം എന്നുള്ളത്. പിന്നെ അതിന്റെ താഴേക്ക് വന്നേ, അതിന്റെ താഴേക്ക് വരുമ്പോ നമ്മള് ഇതാണ് ഇതിന്റെ കാര്യങ്ങളാണ്. EMS കണ്ടില്ലേ? എമർജൻസി മെഡിക്കൽ സർവീസ് എന്നുള്ളത് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് അവിടെ കിടക്കണ്ടല്ലോ. EMS കണ്ടോ? കുറച്ച് താഴെ ഞാൻ ഷെയർ ചെയ്തിട്ടേക്കണേ. ആ 911 കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ? ഫോർ എ കാർഡിയാക് അറസ്റ്റ് പേഷ്യന്റ് ദ പ്രോസസ് ബിഗെയിൻ. അത് നോട്ട് ചെയ്യണം കേട്ടോ. അവിടെ കാർഡിയാക് അറസ്റ്റ് പേഷ്യൻസ് അവർക്കിടെ ആ ഒരു നടപടിക്രമം ആരംഭിക്കുന്നത് ഫസ്റ്റ് 911 കോൾ ചെയ്യുമ്പോഴാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത്. ഏത് നമ്പറാണ്? അതാണ് യൂണിവേഴ്സൽ എമർജൻസി നമ്പർ ആണത്. 911 യൂണിവേഴ്സൽ എമർജൻസി നമ്പർ ആണ്. അതിന് കോൾ ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. കാർഡിയാക് അറസ്റ്റ് പേഷ്യൻസിന്റെ ആ പ്രോസസ്സ് ആരംഭിക്കുന്നത് 911 കോൾ ചെയ്യുമ്പോഴാണ്. ആ നമ്പർ നോട്ട് ചെയ്തിടുക. അതിന്റെ ഒപ്പം തന്നെ EMS എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോമും അതിൽ പഠിച്ചിരിക്കാം. ഓക്കെ, എമർജൻസി മെഡിക്കൽ സർവീസ് എന്നുള്ളത് കേട്ടോ. പിന്നെ അടുത്ത് കുറച്ച് താഴേക്ക് വന്നേ. ഇനി നമ്മള് ഡാഷ് ഈസ് ദ കീ ടു സക്സസ്. കണ്ടോ? എൻഹാൻസ്മെന്റ്, മെച്ചപ്പെടുത്തലാണ് വിജയത്തിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത് അല്ലെ? ക്വാളിറ്റി മെച്ചപ്പെടുത്തുക. എൻഹാൻസ്മെന്റ് ഈസ് ദ കീ ടു സക്സസ്. ആ ഒരു വിജയത്തിലേക്കുള്ള ഒരു വഴി ഏതാണ്? എൻഹാൻസ്മെന്റ്, മെച്ചപ്പെടുത്തലാണ്. അണ്ടർലൈൻ ചെയ്തത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, കുറച്ചും കൂടി താഴേക്ക് വരുമ്പോ അവിടെ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാ? റൂട്ട് കോസ് അനാലിസിസ്. അത് കറക്റ്റ് ചെയ്തായിരുന്നു നമ്മൾ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിലും നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ്. റൂട്ട് കോസ് അനാലിസിസ് എന്നാണ് RCA. ആ രണ്ട് മെത്തേഡ് ഏതൊക്കെയാന്ന് ചോദിക്കാം കേട്ടോ. രണ്ട് മെത്തേഡ് റൂട്ട് കോസ് അനാലിസിസ്.
ആൻഡ് ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട് അനാലിസിസ്. അത് രണ്ടും നോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. And failure mode and effect analysis are the two methods used to examine sentinel events and promote the involvement. Sentinel events അതിനെ നമുക്ക് എക്സാമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകൾ RCA പിന്നെ അതുപോലെ തന്നെ എമർജൻസി ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട് അനാലിസിസ് FMEA. അപ്പൊ അതിന്റെ രണ്ടിന്റെ എക്സ്പാൻഡഡ് ഫോമും കൂടി അതിന്റെ ഒപ്പം നോട്ട് ചെയ്യുക. രണ്ട് മെത്തേഡ് നോട്ട് ചെയ്യുക, അതിന്റെ എക്സ്പാൻഡഡ് ഫോം കൂടി നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ആ രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത പാരഗ്രാഫില് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത് ഫോക്കസ് ചെയ്ത്. ഫസ്റ്റ് നോക്കി, എവിഡൻസ് ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ് or evidence-based medicine is the evaluation of fact. First line ആട്ടോ ആ പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ. Is the evaluation of facts, evidence, cause and effect, relationship and other data that will allow for delivery of the best product or service. അത് ഫുൾ ആയിട്ടൊന്നും ചോദിക്കണമെന്നില്ല. അപ്പൊ അതിനകത്ത് ഏതാണെന്നുള്ളത് പറയാം. മികച്ച ഒരു പ്രൊഡക്റ്റോ സർവീസോ നൽകുന്നതിന് അനുവദിക്കുന്ന വസ്തുക്കള്, അതിന് അലോ ചെയ്തിട്ടുള്ള തെളിവുകള്, ബന്ധങ്ങള്, മറ്റു ഡേറ്റാസ്, ഇതൊക്കെ അടിസ്ഥാനമാക്കി എന്നിവയുടെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മൂല്യനിർണയമാണ് എവിഡൻസ് ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡാഷ് ഈസ് ദ ഇവാലുവേഷൻ ഓഫ് ഫാക്ട്. അങ്ങനെ ജസ്റ്റ് ഷോർട്ട് ചെയ്തിട്ട് തന്നെ ചോദിക്കാം കേട്ടോ. അത്ര ഫുള്ള് വ്യക്തിയായിട്ട് സെന്റൻസ് എഴുതണമെന്നില്ല. അപ്പൊ നോക്കാം, എവിഡൻസ് ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ്. പിന്നെ ലാസ്റ്റ് നോക്കി, അതിനകത്ത് നമുക്ക് ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Dash is essential for an organization to thrive. അല്ലെ, ഒരു ഓർഗനൈസേഷനെ അഭിവൃദ്ധി പ്രാപിക്കാൻ എന്ത് കാര്യം വേണമെന്ന് പറഞ്ഞേക്കണേ? റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ആ പാരഗ്രാഫിലല്ല ലാസ്റ്റ്. നെക്സ്റ്റ് ആ രണ്ട് പാരഗ്രാഫിന് ഓരോ സെന്റൻസ് ആണ് പഠിച്ചാൽ നിങ്ങൾ. ഓക്കെ, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ആൻ ഓർഗനൈസേഷൻ ടു thrive. ഒരു ഓർഗനൈസേഷനെ ഒരു അഭിവൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അത്യാവശ്യമാണ്. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ആൻ ഓർഗനൈസേഷൻ ടു thrive. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അപ്പൊ ഒരു 20 ക്വസ്റ്റ്യൻ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 20 ക്വസ്റ്റ്യൻ ഉണ്ട് ആ ഒരു സെക്ഷനിൽ. അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാറുണ്ടല്ലേ. ഇനിയിപ്പോ എല്ലാവരും ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടിരിക്കുന്നു. നാളത്തോടുകൂടി തീരും. അപ്പൊ ഇനി നിങ്ങൾ റിവിഷനായിട്ട് തന്നെ ഇരുന്ന് ഓരോ ചാപ്റ്റർ വൈസും ഓരോ മൊഡ്യൂൾ വൈസ് തന്നെ നിങ്ങൾ പഠിച്ചു കൊടുക്കും കേട്ടോ. മൊഡ്യൂൾ 5 ആദ്യം 6, 7 എന്നുള്ള രീതിയിൽ നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകൾ തന്നേക്കുന്ന അത് നോക്കണം. പിന്നെ കുറെ ഉണ്ട് അല്ലെ, കുറെ ഉണ്ട് പഠിക്കാനായിട്ട് PGയിൽ. നമുക്ക് എല്ലാത്തിന്റെയും തന്നെ ഡീറ്റെയിൽ ഇറങ്ങിയുണ്ട്. ഏതാണ് നമുക്ക് 5th മൊഡ്യൂളിലെ ലാസ്റ്റ് 8ാമത്തെ ചാപ്റ്റർ അക്രഡിറ്റേഷൻ തന്നെയുണ്ട് അല്ലെ. കുറെ ഞങ്ങൾ 3 പേരും കൂടി എടുത്തത്, വാഹിദ മിസ്സും ഞാനും ആതിര മിസ്സും കൂടി അന്ന് എടുത്തില്ലേ. നമ്മൾ അത് 3 പേരും കൂടി നിന്നിട്ടാണ് അന്ന് ആ മൊഡ്യൂൾ നമ്മൾ തീർത്തത്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടന്റ് പറഞ്ഞ സെക്ഷൻസ് ഒക്കെ തന്നെ നിങ്ങൾ കുറച്ചും കൂടി ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കിട്ടുന്ന സമയം കേട്ടോ. ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാറായി. മൺഡേ മുതൽ നിങ്ങളും തിരക്കാവും അല്ലെ. പിള്ളേരൊക്കെ ഉള്ളവര് പിള്ളേരെ സ്കൂളിൽ വിടാനും എല്ലാം. ഇത്രയും ദിവസം പിന്നെ നമുക്ക് ആ ഒരു ഇതുണ്ടായിരുന്നില്ല. എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഗ്രൂപ്പിലേക്ക് സാധാരണ നിങ്ങൾക്ക് വരാറില്ലേ, അതിലേക്ക് എക്സാമിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ടൈം ടേബിൾ എല്ലാവരും നിങ്ങൾക്ക് ഇട്ട് തരും. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല. അത് എന്നത്തേക്കാന്നുള്ളത് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അറിയിക്കും. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കറക്റ്റ് സമയത്ത് തന്നെ ഇട്ട് തരും. പിന്നെ എന്താ ഇനിയുള്ളത്, നിങ്ങൾ പഠിക്കാന്നുള്ളതാണ്. അപ്പൊ എല്ലാവരോടും നിങ്ങൾ HA മുതൽ നമ്മളിങ്ങനെ പോലെയാണല്ലേ. കുറച്ച് കുട്ടികൾ, എന്റെ കുട്ടികൾ ഉണ്ടായിരുന്നു 5th 6th ഉള്ളവര്. ചിലർ ആദ്യമായിട്ടാണ് ഞാൻ വന്നതിന് ശേഷമാണ് കാണുന്നത്. കുറച്ച് പേര് എന്നെ നേരത്തെ മുതൽ അറിയാവുന്നവരാണ്. എന്തായാലും നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ഈ PG നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയല്ലേ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പോർഷൻസ് ഇത്തിരി കൂടുതലുണ്ട്. അതിപ്പോ നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ചാൽ മതി. നിങ്ങൾ കിട്ടുന്ന സമയത്തിനനുസരിച്ച്. ഇപ്പൊ മൺഡേ മുതൽ രാവിലത്തെ ആ ജോലിയൊക്കെ ഒന്ന് വേഗം തീർത്ത് കഴിഞ്ഞാലേ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവുമല്ലോ. ഇനിയിപ്പോ അവർക്കുടെ പുറകെ നടക്കണ്ട. അപ്പൊ അവര് സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റുകളും നമ്മൾ ഓരോ ഇത് ചെയ്യുമ്പോൾ അതിന്റെ
അതിന്റെ മോക്ക് ടെസ്റ്റുകൾ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്തു നോക്കാം. നമ്മൾ ഇമ്പോർട്ടന്റ് ഒക്കെ നോട്ട് ചെയ്തിട്ട് ഒക്കെ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, എന്താ പറയാ, നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും ആരും ടെൻഷൻ ഒന്നും വെക്കേണ്ട. എളുപ്പമാണ്. നമ്മൾ HA വെച്ച് നോക്കുമ്പോൾ ഇത് PGയുടെ 3 മൊഡ്യൂളല്ലേ ഉള്ളൂ. എളുപ്പമാണ്. ചാപ്റ്റേഴ്സും കുറവാണ്. എന്താ പറയാ, ആത്മാർത്ഥമായിട്ട് പറയാണ്, വേഗം നിങ്ങൾക്ക് എക്സാം ഒക്കെ നല്ല രീതിയിൽ പാസ്സായി നല്ല മാർക്ക് കിട്ടി പെട്ടെന്ന് നല്ലൊരു ജോലിയിലേക്ക് കയറാൻ പറ്റട്ടെ. നമ്മൾ ഇത്രയും നാള് നിന്ന് കഷ്ടപ്പെട്ടതല്ലേ, നമ്മൾ ഇത്രയും നാള് നിന്ന് കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച പല ബുദ്ധിമുട്ടുകളും അല്ലെ. നമുക്ക് ഇവിടെ ഈ കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോൾ ഓരോ കുട്ടികളൊക്കെ പറയും അല്ലെ, എന്താ പറയാ, അവര് ചിലര് വീട്ടിലും കൂടി അറിയാതെ ക്ലാസ്സിൽ കയറുന്നവരുണ്ട്. ചിലപ്പോൾ അവർക്ക് ജോലിയൊക്കെ കിട്ടുമ്പോഴായിരിക്കും വീട്ടുകാർ തന്നെ അറിയണേ. പല ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പഠിക്കാനുള്ള വീട്ടിലാണെങ്കിൽ അങ്ങനെ പിള്ളേരൊക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ പല സിറ്റുവേഷനിലും തരണം ചെയ്താണ്. നമ്മൾ പണ്ട് പഠിച്ചവരല്ലല്ലോ അല്ലെ. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ നല്ല സുഖമായിരുന്നു, നമ്മൾ എല്ലാം ചെയ്തായിരുന്നു, നമുക്ക് പഠിച്ചാൽ മാത്രം മതി. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മൾ വീട്ടിലെ കാര്യം ചെയ്യണം, പഠിക്കുകയും ചെയ്യണം. അങ്ങനെ വലിയൊരു ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അതെ നിഷ വീട്ടിൽ സമ്മതമില്ലാതെയാണോ? ഓക്കെ നിഷ അങ്ങനെ പഠിക്കണേ. ഓക്കെ, അപ്പൊ ജോലി കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം അല്ലെ. എന്തായാലും ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോകണേനൊന്നും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ രണ്ടുപേർക്കും ജോലി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് പണ്ടത്തെ പോലെ വീട്ടിൽ കയറിയിരുന്ന പറയും ജോലി ചെയ്ത് കഴിഞ്ഞാലൊന്നും കാര്യമില്ല. പിള്ളേരെ വിടണമെങ്കിൽ തന്നെ അല്ലെ. ഇപ്പൊ നിങ്ങൾക്കറിയാം സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും തന്നെ എന്തോരോ പൈസ അവർക്ക് ഓരോ ബുക്സ് യൂണിഫോംസ് സാധനങ്ങളൊക്കെ മേടിച്ചു നല്ലൊരു എമൗണ്ട് ആവും. ഒരാളെ കൊണ്ട് തന്നെ ഹസ്ബൻഡിനെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. പിള്ളേർക്ക് സ്കൂളിൽ പോയി നമ്മൾ ഫ്രീ ആയില്ലേ, പിന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കും ഒരു ചെറിയൊരു കാശ് നമ്മുടെ പൈസ സേവ് ചെയ്യാന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. എല്ലാവരും നമുക്ക് ഹസ്ബൻഡിനെ ആശ്രയിക്കണ്ട അല്ലെ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വലിയ കാര്യമല്ലേ. അപ്പൊ എന്തായാലും നിശ്ചയ്ക്ക് പ്രത്യേകം ഞാൻ പറയാണ്, ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. അപ്പൊ അവര് പറയും എന്തായാലും നന്നായി അല്ലെ ഇത് കോഴ്സ് ചേർന്നത്, അത്രയും ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തരൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അത് എന്തായാലും നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുകയാണ് നമ്മൾ. അപ്പൊ ഇനിയിപ്പോ എക്സാം വരെയല്ലേ, അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയില്ലേ. അപ്പൊ ആ ഒരു ഇത് കൂടി ആ ഒരു ചൂട് നിങ്ങൾ കളയാതെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ലൊരു ഇത് കിട്ടാനായിട്ട് നമ്മള് മാക്സിമം കിട്ടുന്ന സമയം വർക്ക് ചെയ്യുക. ഇനി നമ്മളത്തെ കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ പറയാം കേട്ടോ. ഇനിയിപ്പോ പോർഷൻസ് അധികം ഉണ്ട്, തീർക്കാനുണ്ടെങ്കിൽ നാളെ ഞാൻ കയറാം. ഓക്കെ, അല്ലെങ്കിൽ ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ കാണാം. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും വീണ്ടും പറയാണ് ഓൾ ദ ബെസ്റ്റ്. ഇനിയിപ്പോ ഇവിടുന്ന് നമ്മള് എന്തായാലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരൂ കേട്ടോ. നാളെ കൂടി നമ്മുടെ പോർഷൻസ് നാളെ തീരും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവിടുന്ന് ഞങ്ങൾക്ക് എങ്ങനെയാന്നുള്ള അറിയില്ല. അപ്പോ അതൊക്കെ നിങ്ങളെ അറിയിക്കും. ഓക്കെ, ഞാൻ ക്ലാസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ഇവിടുന്ന് ഓഫീസിൽ നിന്ന് നമുക്ക് പറയുന്ന രീതിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാന്ന് നോക്കണ്ടേ. നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് എന്ന് വരേക്കാന്നൊക്കെ ഒന്നും ഇൻഫർമേഷൻ വന്നിട്ടില്ല. എക്സാമിന്റെ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും നാളെയും കൂടി നമുക്ക് പോർഷൻസ് നാളത്തെയും കൂടി തീരും കേട്ടോ. ഓക്കെ, ഓക്കെ, ബൈ, താങ്ക് യു.